തീർച്ചയായും വരണം, അടുത്തയാൾക്ക് വീണ്ടും കുളമാക്കാൻ. ഭാര്യയ്ക്ക് അസുഖമാണ് എന്നതിനാലാണ് അനിലിന് ലീവ് എടുക്കേണ്ടി വന്നത്. ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ ലീവിനപേക്ഷിച്ച് അനുമതി കാത്തു നിൽക്കാൻ അനിലിന് ആവുമായിരുന്നില്ല. ഭാര്യയുടെ അസുഖം തിരിച്ചറിഞ്ഞതും അടിയന്തിരമായി ഓപ്പറേഷൻ നിശ്ചയിച്ചതും അനിൽ പ്രതീക്ഷിച്ചതായിരുന്നില്ല. അത്തരമൊരു സാഹചര്യം അനിലിനെ ലീവ് എടുക്കാൻ പ്രേരിപ്പിച്ചു. സർക്കാർ ഉദ്യോഗം ലഭിച്ചപ്പോൾ ഇത്രയ്ക്കും അകലെയായിരിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നതല്ല. വീടിനടുത്ത് എവിടേക്കെങ്കിലും മാറ്റം വാങ്ങാൻ പറ്റുമോ എന്ന അന്വേഷണത്തിലായിരുന്നു അനിൽ. പ്രതീക്ഷകൾക്കൊടുവിലാണ് പട്ടികജാതി പട്ടികവർഗ ഡിപ്പാർട്ട്മെൻറ്റ് വക ഓഫീസിൽ ഒരൊഴിവുണ്ട് എന്നറിയുന്നത്. ഒട്ടും വൈകാതെ തന്നെ അനിൽ ആ ഒഴിവിലേക്ക് അപേക്ഷ സമർപ്പിച്ചു. സത്യത്തിൽ ആ ഒഴിവിലേക്ക് അപേക്ഷ സമർപ്പിക്കുമ്പോൾ അനിലിന് പ്രത്യേക താല്പര്യം തന്നെ തോന്നിയിരുന്നു. വായിച്ചും കേട്ടും വളർന്ന അത്തരം വിഭാഗങ്ങളുമായി യോജിച്ച് പ്രവർത്തിക്കുക എന്നത് തൻ്റെ സേവന ചരിത്രത്തിലെ ഭാഗ്യമായി അനിൽ കരുതി. അത്തരമൊരു ദുർബല വിഭാഗത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുക എന്നതിൽ അനിൽ അഭിമാനം കൊണ്ടു. ട്രാൻസ്ഫറിന് അപേക്ഷ നൽകിയപ്പോഴാണ് താൻ മാത്രമല്ല ആ ഒഴിവിലേക്ക് അപേക്ഷ നൽകിയിരിക്കുന്നത് എന്നറിയാൻ കഴിഞ്ഞു. അനിൽ നിരാശനാകരുതെന്ന് തന്നെ തീരുമാനിച്ചു. അങ്ങനെ ശ്രമകരമായ പരിശ്രമങ്ങൾക്കൊടുവിലാണ് നാട്ടിലുള്ള ഓഫീസിൽ ഡെപ്യൂട്ടേഷനിൽ ജോലിക്ക് ജോയിൻ ചെയ്തത്. ആദ്യ ദിവസങ്ങളിൽ പരിചിതരായവരുടെ അന്വേഷണങ്ങളായിരുന്നു. ഓഫീസിൽ പോയില്ലേ എന്നറിയണം, ട്രാൻസ്ഫർ ആയോ എന്നറിയണം. ഡെപ്യൂട്ടേഷനിൽ പട്ടികജാതി പട്ടികവർഗ ഓഫീസിലാണ് എന്നറിയുമ്പോൾ ചിലരെങ്കിലും ഒന്ന് നെറ്റി ചുളിക്കാതിരുന്നില്ല എന്ന് അനിൽ മനസ്സിലാക്കി. മറ്റെവിടേക്കെങ്കിലും ശ്രമിക്കരുതോ എന്ന് തിരക്കിയവരും അക്കൂട്ടത്തിലുണ്ടായിരുന്നു. അനിലിനെ സംബന്ധിച്ച് ദുർബല വിഭാഗങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും പ്രവർത്തിക്കാൻ ലഭിക്കുന്ന അവസരമായി കരുതിയിരുന്നുള്ളൂ. ഓഫീസിലെ ജീവനക്കാരിൽ നല്ല പങ്കും സാമുദായിക പരിഗണന വെച്ച് ജോലിയിൽ പ്രവേശിച്ചവരാണെന്ന് അനിൽ മനസ്സിലാക്കി. ദുർബല വിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് അത്തരം സാമുദായിക പരിഗണന സഹായകരമായേക്കുമെന്ന് തന്നെയാണ് അനിൽ കരുതിയിരുന്നതും. ഫയലുകൾ ക്രമമായി സൂക്ഷിക്കുന്നതിലും അച്ചടക്കത്തോടെ ജോലി ചെയ്യുന്നതിലുമുള്ള താൽപ്പര്യക്കുറവ് അനിൽ പ്രത്യേകം തിരിച്ചറിഞ്ഞു. തൻ്റെ കടമ ഭംഗിയായി നിർവഹിക്കണമെന്ന് തന്നെയായിരുന്നു അനിലിൻ്റെ തീരുമാനം. ആദ്യ ദിവസങ്ങളിൽ തന്നെ കാര്യങ്ങളുടെ ഏകദേശ രൂപം അനിലിന് മനസ്സിലായി. ഫയലുകളൊക്കെ ഛിന്ന ഭിന്നമായും കടലാസുകൾ ക്രമപ്രകാരമല്ലാതെയുമാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഫയലുകൾ പ്രത്യേകം നമ്പറുകൾ നൽകി കടലാസുകൾ തരം തിരിച്ച് ചിട്ടപ്പെടുത്തി. അപ്പോഴേക്കും ഓഫീസിലെ തന്നെ ആരെങ്കിലും അവരുടെ കൈവശമല്ലാത്ത രേഖകൾ തിരക്കി വരും. കടലാസുകൾ തിരിച്ച് ഫയൽ ചെയ്യുകയോ ക്രമപ്രകാരം ഫയലുകളിൽ വയ്ക്കുകയോ ഉണ്ടാകില്ല. അനിലിന് ഇത്തരം പ്രവൃത്തികളിൽ വല്ലാത്ത മനോവിഷമം തോന്നിയിരുന്നു. അനിൽ ഓഫീസിൻ്റെ പ്രവർത്തനങ്ങളെപ്പറ്റി പഠിക്കാൻ തന്നെ തീരുമാനിച്ചു. ദുർബല വിഭാഗങ്ങൾക്ക് ലഭ്യമാകുന്ന പല സഹായധനങ്ങളും താൻ ജോലി ചെയ്യുന്ന ഓഫീസ് ലഭ്യമാക്കുന്നില്ല എന്ന് അനിൽ മനസ്സിലാക്കി. ഇപ്പോൾ ലഭ്യമാക്കിക്കൊണ്ടിരുന്ന സേവനങ്ങൾക്ക് പുറമെ പുതിയതായി ആരംഭിക്കേണ്ട സേവനങ്ങളെപ്പറ്റി അനിൽ വാതോരാതെ സംസാരിച്ചു. അനിൽ പ്രതീക്ഷിച്ചതിലും മോശമായിരുന്നു പ്രതികരണം. പുതിയ പ്രോജക്റ്റുകളെപ്പറ്റി വരുന്നവരോടെല്ലാം അനിൽ വിശദീകരിക്കും. അത്തരം പ്രോജക്റ്റുകൾ നഷ്ടപ്പെടുത്തരുതെന്ന് അനിൽ ഉപദേശിക്കും. അങ്ങനെയാണ് അനിലിന് പുതിയ പേരു ലഭിച്ചത്, ഉപദേശി. ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള സ്കോളർഷിപ്പ് അത്തരമൊരു പ്രോജക്റ്റായിരുന്നു. ഉന്നത വിദ്യാഭ്യാസത്തിന് ചേരുന്ന വിദ്യാർത്ഥികളോട് പ്രോജക്റ്റിനെ സംബന്ധിച്ച് ലഭിക്കുന്ന പുസ്തകങ്ങൾ വായിക്കണമെന്ന് ഉപദേശിക്കും. അനിൽ അത്തരം പുസ്തകങ്ങൾ വായിക്കുക പതിവാക്കി. വീട്ടിലെ കാര്യങ്ങളിൽ ശ്രദ്ധയില്ലെന്ന് വീട്ടുകാർ കുറ്റപ്പെടുത്തി. വീട്ടുകാരുടെ പരാതി ശരിയാണെന്ന് അനിലിന് അറിയാമായിരുന്നു. അനിലിന് ഓഫീസ് ചിട്ടപ്പെടുത്തി എടുക്കുന്നതിനെ പറ്റിയായിരുന്നു ചിന്ത. പലപ്പോഴും ഏതാണ്ടെല്ലാം ശരിയാക്കി വരുമ്പോഴേക്കും ഓഫീസിലെ ആരെങ്കിലും അത് അലസമാക്കി തരം തിരിച്ചിരിക്കും. അനിലിൻ്റെ വരവിന് ശേഷം ഓഫീസിലെ ഫയലുകൾ നോക്കിക്കണ്ടുപിടിക്കുക വളരെ എളുപ്പമായിരുന്നു. അനിൽ വന്നതോടുകൂടി ഓഫീസ് ചിട്ടയായതായി ചിലർ അഭിപ്രായപ്പെട്ടു. അനിൽ പറഞ്ഞതറിഞ്ഞ് ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള സ്കോളർഷിപ്പിന് ഒരു വിദ്യാർത്ഥി അപേക്ഷിക്കുകയായിരുന്നു. അപേക്ഷകൾ പൂരിപ്പിക്കുന്നതിൽ അനിൽ പ്രത്യേകം സഹായിച്ചിരുന്നതുമാണ്. അപേക്ഷകൾ തയ്യാറാക്കി ഓഫീസ് മേധാവി പരിശോധിച്ച് സാക്ഷ്യപ്പെടുത്തി അയക്കണം. ദിവസങ്ങൾ കഴിഞ്ഞിട്ടും അപേക്ഷ കാണാതായപ്പോൾ അനിൽ പ്രത്യേകം താൽപ്പര്യപ്പെട്ട് ഫോൺ വിളിക്കുകയായിരുന്നു. വിദ്യാർത്ഥിയാകട്ടെ അവസാന ദിവസം ഓഫീസ് സമയം കഴിയാറായപ്പോഴാണ് എത്തിയതും. ഓഫീസിലാകട്ടെ
ഓഫീസ് മേധാവിയും അനിലും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് അവസാന ദിവസമല്ലേ, ഇതെല്ലാം പരിശോധിച്ച് അയക്കാൻ സമയമില്ലല്ലോ എന്ന് അനിൽ മൃദുവായി ചോദിച്ചതേയുള്ളൂ. മറുപടി കനത്തതായിരുന്നു. താൻ തൻ്റെ വീട്ടിൽ നിന്നൊന്നും കൊണ്ടുവന്ന് തരേണ്ടതില്ല. അനിൽ മറുപടി ഒന്നും പറഞ്ഞില്ല. അപേക്ഷ പരിശോധിച്ച് ഓഫീസർ ഒപ്പിടും വരെ കാത്തിരിക്കാൻ വിദ്യാർത്ഥിക്ക് നിർദ്ദേശം നൽകി. താൻ തന്നെ പരിശോധിച്ചാൽ മതി എന്ന് മറുപടി പറഞ്ഞ് വിദ്യാർത്ഥി പടികളിറങ്ങിപ്പോയി. അനിൽ അപേക്ഷ പരിശോധിക്കാൻ തുടങ്ങി. പെരുമാറ്റത്തിൽ മാത്രമല്ല, ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ട യോഗ്യതയുടെ മാർക്കിലും വിദ്യാർത്ഥി വളരെ പിന്നിലാണെന്നും അനിൽ മനസ്സിലാക്കി. ഖജനാവിൻ്റെ പണം ദുർവിനിയോഗം ചെയ്യുകയാണോ എന്നും ഇവർ പിന്നീട് സമൂഹത്തിന് ബാധ്യതയാവില്ലേ എന്നും അനിൽ സംശയിച്ചു. ഓഫീസർ പുറത്തേക്ക് പോകുവാൻ തയ്യാറെടുക്കുകയായിരുന്നു. ഓഫീസറെ പറഞ്ഞു ബോധ്യപ്പെടുത്താൻ അനിലിന് ഏറെ പണിപ്പെടേണ്ടി വന്നു. അപേക്ഷ ഓഫീസ് മേധാവി ഒപ്പിട്ടതിനു ശേഷം പരിശോധിക്കാമെന്ന ധാരണയായി. ഇതിൽ വിദ്യാർത്ഥിയുടെ ഒപ്പില്ല എന്ന് പറഞ്ഞ് ഓഫീസർ പടികളിറങ്ങുമ്പോൾ ഇനി എന്ത് എന്ന ചിന്തയിലായിരുന്നു അനിൽ. വിദ്യാർത്ഥിയുടെ മൊബൈൽ നമ്പർ തരപ്പെടുത്തി വിളിച്ചു പറഞ്ഞു. തനിക്കിത് അപ്പോൾ തന്നെ പറയാമായിരുന്നില്ലേടോ എന്നതായിരുന്നു മറുപടി. അനിൽ മറുത്തൊന്നും പറയാതിരിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അപേക്ഷ അയക്കാതിരുന്നാൽ സ്കോളർഷിപ്പ് ലഭിക്കില്ല എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. അല്പസമയം കഴിഞ്ഞിട്ടുണ്ടാകില്ല. ഓഫീസിലെ ഫോൺ ബെൽ ശബ്ദിച്ചു. അങ്ങേ തലയ്ക്കിൽ നിന്ന് ഗർജനമാണ് കേട്ടത്. അത് വിദ്യാർത്ഥിയുടെ അച്ഛനായിരുന്നു. സ്കോളർഷിപ്പ് ലഭിച്ചില്ലെങ്കിൽ അനിലിന് നേരിടേണ്ടി വരുന്ന ഭവിഷ്യത്തുകളെ പറ്റിയായിരുന്നു ഗർജനം. ഗർജനം ഒന്നടങ്ങിയപ്പോൾ അനിൽ ഓർമ്മപ്പെടുത്തി. ഒപ്പ് മാത്രമല്ല, അപേക്ഷയോടൊപ്പം അയക്കേണ്ട ചില പേപ്പറുകൾ കൂടി ചേർത്തിട്ടില്ല. ഫയൽ കെട്ടിവെച്ച് ഓഫീസ് വിട്ടിറങ്ങുമ്പോൾ സമയം വൈകിയിരുന്നു. വീട്ടിലെത്തിയപ്പോൾ കുട്ടികൾ പറഞ്ഞു, അമ്മയ്ക്ക് തീരെ സുഖമില്ല, തല ചുറ്റി വീഴുകയുണ്ടായി. പിന്നീടങ്ങോട്ട് ആശുപത്രിയും ചികിത്സയുമായിരുന്നു. താൻ ലീവ് എടുത്ത കാലയളവിൽ തന്നേക്കാൾ സീനിയറായ ഉദ്യോഗസ്ഥയാണ് പകരം സീറ്റ് കൈകാര്യം ചെയ്തിരുന്നതെന്ന് അനിൽ മനസ്സിലാക്കി. തന്നേക്കാൾ പക്വതയോടെ കാര്യങ്ങൾ നീങ്ങിയിരിക്കുമെന്നതിൽ അനിൽ സന്തോഷിച്ചിരുന്നു. നീണ്ട നാളത്തെ അവധിക്ക് ശേഷമാണ് അനിൽ തിരികെ ജോലിക്ക് പ്രവേശിച്ചത്. ഫയലുകൾ പരിശോധിക്കുമ്പോൾ അനിലിന് അമ്പരപ്പാണ് അനുഭവപ്പെട്ടത്. കടലാസുകളെല്ലാം വലിച്ചു വാരിയിട്ടിരിക്കുന്നു. പ്രധാനപ്പെട്ട പേപ്പറുകൾ പലതും ഫയലിൽ കാണുവാനുണ്ടായിരുന്നില്ല. തൻ്റെ നീണ്ട പ്രയത്നം നിഷ്ഫലമായ പോലെ അനിലിന് തോന്നി. ഇനിയും ഇവിടെ തങ്ങുന്നതിൽ അർത്ഥമില്ലെന്ന് അനിൽ മനസ്സിലാക്കി. ഡെപ്യൂട്ടേഷൻ അവസാനിപ്പിച്ച് ഓഫീസിൻ്റെ പടികളിറങ്ങുമ്പോഴാണ് ഓഫീസിലെ ജീവനക്കാർ ഒത്തുകൂടിയത്. അനിൽ ഉണ്ടായിരുന്നതിനാൽ മേലുദ്യോഗസ്ഥർ ആവശ്യപ്പെടുമ്പോഴൊക്കെ മറുപടി പറയാൻ എളുപ്പമായിരുന്നു. തന്നെ ഏറെ കുറ്റപ്പെടുത്തിയുള്ള ഉദ്യോഗസ്ഥയാണത് പറഞ്ഞത് എന്ന് അനിൽ തിരിച്ചറിഞ്ഞു. അപ്പോഴാണ് ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ സ്കോളർഷിപ്പിനായി തന്നെ സമീപിച്ചിരുന്ന വിദ്യാർത്ഥി ആ വഴി വന്നത്. സാറ് പോവുകയാണെന്നറിഞ്ഞു. സാർ ഉണ്ടായിരുന്ന കാലയളവിൽ മാത്രമേ ഞങ്ങൾ ഈ ഓഫീസ് പ്രവർത്തിക്കുന്നതായി തിരിച്ചറിഞ്ഞുള്ളൂ. അപ്പോഴേക്കും ഓഫീസ് മേധാവിയും എത്തിയിരുന്നു. അയാൾ പറഞ്ഞു, കഴിയുമെങ്കിൽ അനിൽ തിരിച്ചു വരണം. അനിലാണ് ഓഫീസ് ഒന്ന് ചിട്ടപ്പെടുത്തി ഭംഗിയാക്കിയത്. മറുപടി എന്നോണം വിദ്യാർത്ഥിയാണ് അത് പറഞ്ഞത്. തീർച്ചയായും വരണം, അടുത്തയാൾക്ക് വീണ്ടും കുളമാക്കാൻ.